3-ാം ക്ലാസ്സിലെ 2-ാമത്തെ യൂണിറ്റിലെ 2-ാമത്തെ പാഠം. അൽ ബുൽബുലു സഗീറു, ചെറിയ കുയില്. അൽ ബുൽബുലു കുയില്, അസ്സഗീറു ചെറിയ. അൽ ബുൽബുലു സഗീറു, ചെറിയ കുയിൽ. ഇതൊരു കവിതയാണ്. നമുക്ക് ചൊല്ലി നോക്കാം. ബുൽബുലുൻ ഫിൽ ഉശ്ശി യഹിയ നാഇമർ രീശി സഗീറുൻ. ബുൽബുൽ ഉശ്ശിൽ ജീവിക്കുന്നു. ഉശ്ശി എന്നാൽ പക്ഷിക്കൂട്. പക്ഷി തനിക്ക് വേണ്ടി സ്വയം ഉണ്ടാക്കുന്ന കൂടിനാണ് ഉശ്ശി എന്ന് പറയുക. അപ്പോൾ ബുൽബുലുൻ ഫിൽ ഉശ്ശി യഹിയ, ബുൽബുൽ കൂട്ടിൽ ജീവിക്കുന്നു. എങ്ങനെയുള്ള ബുൽബുലാണ്? നാഇമർ രീശി, മൃദുലമായ തൂവലുകളുള്ള, സ്വഗീറുൻ ചെറിയ കുയിൽ. അതായത് ഒരു കുട്ടിക്കുയിലിനെ കുറിച്ചാണ് പറയുന്നത്. നാഇമർ രീശി, വളരെ മിനുസമുള്ള തൂവലുള്ള ഒരു ചെറിയ കുയിൽ. ബഅദ ഹീനിൻ അല്ലമതുഹു ഉമ്മുഹു കൈഫ യതീറു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ അമ്മ അവനെ പറക്കാൻ പഠിപ്പിച്ചു. ബഅദ ഹീനിൻ, കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ, അല്ലമതുഹു അവനെ പഠിപ്പിച്ചു, ഉമ്മുഹു അവൻ്റെ അമ്മ, കൈഫ യതീറു എങ്ങനെ പറക്കാമെന്ന് പഠിപ്പിച്ചു. ചെറിയ കുയിലാകുമ്പോൾ അമ്മക്കിളി പറന്ന് പഠിപ്പിച്ചു കൊടുക്കണം അല്ലേ? അങ്ങനെ പഠിപ്പിച്ചു. ഫഹവ ഖുർബ സഈദിൻ മൂജഅ സാഖി കസീറുൻ. അങ്ങനെ അവൻ സ്വയം പറന്നു, പക്ഷേ സഈദിൻ്റെ അടുക്കൽ വീണു. ഫഹവ, ഹവ എന്നാൽ വീണു. ഹവ, അവൻ സ്വന്തമായി പറന്നപ്പോൾ അവൻ വീണുപോയി. അതായത് അമ്മ അവനെ തീറ്റ തേടി പോയപ്പോൾ അവൻ കൂട്ടിൽ നിന്നും പറന്നതാണ്. പക്ഷേ പറന്ന് കുറച്ച് ദൂരെ എത്തിയപ്പോഴേക്കും അവൻ വീണുപോയി. ചെറിയ പക്ഷിക്കുട്ടിക്ക് പറക്കാൻ കഴിയില്ലല്ലോ, കൂടുതൽ ദൂരം പറക്കാൻ കഴിയില്ല. അങ്ങനെ അവൻ വീണു. എവിടെയാണ് വീണത്? ഖുർബ സഈദിൻ, സഈദിൻ്റെ അടുക്കലാണ് വീണത്. സഈദ് ആരാണ്? ഈ കുട്ടിയാണ് സഈദ്. ഇവൻ്റെ അടുക്കലാണ് ആ പക്ഷിക്കുട്ടി വീണത്. മൂജഅ സാഖി കസീറുൻ, കാല് പൊട്ടിയവനായിട്ട് വീണു ആ പക്ഷി. ആ ചെറിയ കുയിലിൻ്റെ കുട്ടി വീണ് കാലൊടിഞ്ഞു പോയി. എവിടെയാണ് വീണത്? സഈദിൻ്റെ അടുക്കൽ. വാ സഈദുൻ ഫീ ഹനാനിൻ ഹമലത് തൈറ സഗീറ. അത് കണ്ടപ്പോൾ സഈദ് ആ ചെറിയ പക്ഷിയെ വാത്സല്യത്തോടെ എടുത്തു. ഹമല വഹിച്ചു, അവൻ എടുത്തു. ഫീ ഹനാനിൻ, ഹനാൻ വാത്സല്യം, നല്ല വാത്സല്യത്തോടെ സ്നേഹത്തോടെ ആ പക്ഷിക്കുട്ടിയെ അവൻ എടുത്തു. ഖാല റബ്ബി ജുദ് അലൈഹി ബി ശിഫാഇൻ യാ ഖദീറു. എന്നിട്ട് അവൻ പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട്, എൻ്റെ രക്ഷിതാവേ, എൻ്റെ റബ്ബേ, ഈ പക്ഷിക്കുട്ടിക്ക് ശിഫ നൽകണേ, ഈ പക്ഷിക്കുട്ടിക്ക് നന്മ ചെയ്യണമേ, ഈ പക്ഷിക്കുട്ടിയുടെ അസുഖം ഭേദമാക്കണേ, കാലൊടിഞ്ഞു പോയില്ലേ അത് ശരിയാക്കണമേ എന്ന് അവൻ പ്രാർത്ഥിച്ചു. ഇതാണ് കവിത. അങ്ങനെ അടുത്ത പേജിൽ നുറത്തിബുൽ കലിമാത്തി കമാഫിൽ മൻലൂം. കവിതയിലുള്ളതുപോലെ നമുക്ക് വാക്കുകളെ ക്രമപ്പെടുത്തി വെക്കാം. ഇവിടെ കവിതയുടെ ഓരോ വരികളാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷെ വാക്കുകൾ പരസ്പരം മാറിയിട്ടുണ്ട്. അത് നമ്മൾ ക്രമപ്പെടുത്തണം. ഒന്നാമത്തെ വാക്ക് അൽ ഉശ്ശി എന്നാണ്. പിന്നെ യഹിയ, ബുൽബുലുൻ ഫി അരീശി നാഇമ സഗീർ. ഇതെന്തായിരുന്നു? ബുൽബുലുൻ ഫിൽ ഉശ്ശി യഹിയ നാഇമ രീശി സഗീറുൻ. ഒന്നാമത്തെ വരിയാണിതല്ലേ? അതിങ്ങനെ ക്രമം തെറ്റിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഒന്നാമത്തെ വരി ഇവിടെ എഴുതുക. പിന്നെ വ സഈദുൻ ഹമല ഹനാനിൻ അസ്സഗീരി ഫി അത്വൈറ. വ സഈദുൻ ഫി ഹനാനിൻ ഹമലത് ത്വയ്റ സഗീറ. അതാണ് ശരിയായ രൂപത്തിലുള്ള വരി. അതിവിടെ എഴുതുക. പിന്നെ ഖദീർ യാ ബിശിഫാഇൻ അലൈഹി ഖാല ജുദ് റബ്ബി. അതിവിടെ ഉണ്ടല്ലേ? ഖാല റബ്ബി ജുദ് അലൈഹി ബി ശിഫാഇൻ യാ ഖദീറു. ഈ വരി ഇവിടെ എഴുതുക. ഓക്കെ. നഖ്റഉ വ നക്തുബു ബിൽ ഖത്തുൽ ജമീൽ. മനോഹരമായ രൂപത്തിൽ നമുക്കിവിടെ എഴുതാം. ഇവിടെ നോക്കിയിട്ട് ഇതേപോലെ ഇതിൻ്റെ മേൽക്കൂടെ എഴുതുക, പിന്നെ ഇതിൻ്റെ മേൽക്കൂടെ എഴുതുക, പിന്നെ ഇവിടെ എഴുതുക, പിന്നെ ഇവിടെ എഴുതുക. ഇതും അങ്ങനെ തന്നെ ഇവിടെയൊക്കെ എഴുതുക. നന്നായി എഴുതി പരിശീലിക്കുക. നുഅദ്ദുൽ ബയാന കമാഫിൽ മിസാൽ. ഉദാഹരണത്തിലുള്ളതുപോലെ നമുക്ക് ബയാൻ തയ്യാറാക്കാം. ബയാൻ എന്ന് പറഞ്ഞാൽ ഒരു വിവരണം. ഉദാഹരണം ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നു, നോക്കാം. ബുൽബുലുൻ സഗീറുൻ, ചെറിയ കുയിൽ. ബുൽബുലുൻ കുയിൽ, സഗീറുൻ ചെറിയ. ബുൽബുലുൻ സഗീറുൻ ചെറിയൊരു കുയിൽ. യഹിയ ഫിൽ ഉശ്ശി,
കൂട്ടിൽ ജീവിക്കുന്നു. യഹ്യ ജീവിക്കുന്നു. ഫിൽ ഉശ്ശി ഉശ്ശിൽ കൂട്ടിൽ. പിന്നെ അല്ലമത്തുഹു ഉമ്മുഹു കൈഫ യത്യുറു എങ്ങനെ പറക്കണം എന്ന് അവൻ്റെ അമ്മ അവനെ പഠിപ്പിച്ചു. അല്ലമത്ത് പഠിപ്പിച്ചു. ഹു അവനെ, ഈ ബുൽബുലിനെ പഠിപ്പിച്ചു. ഉമ്മുഹു അവൻ്റെ അമ്മ കൈഫ യത്യുറു എങ്ങനെ പറക്കുമെന്ന് ഉമ്മ പഠിപ്പിച്ചു. അതേപോലെ ഇവിടെ പൂരിപ്പിക്കണം. ഉസ്ഫൂറുൻ ഡാഷ് ഉസ്ഫൂറുൻ ജമീലുൻ എന്ന് കൊടുക്കാം. ഇനി സഗീറുൻ എന്ന് കൊടുത്താലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു വാക്ക് കൊടുക്കുക. ജമീലുൻ ആണെങ്കിൽ ഉസ്ഫൂറുൻ ജമീലുൻ ഭംഗിയുള്ള കുരുവി. പിന്നെയോ യഹ്യ ഫിൽ ഉശ്ശി ഉശ്ശിൽ ജീവിക്കുന്നു. യഹ്യ എന്നിവിടെ എഴുതുക. കൂട്ടിൽ ജീവിക്കുന്നു. പിന്നെയോ അല്ലമത്തുഹു ഉമ്മുഹു കൈഫ യത്യുറു അവൻ്റെ ഉമ്മ അവനെ എങ്ങനെ പറക്കണമെന്ന് പഠിപ്പിച്ചു. പിന്നെ വലതുൻ ഡാഷ് വലതുൻ സഗീറുൻ ചെറിയ കുട്ടി. യഹ്യ ഫിൽ ബൈത്ത് അവൻ വീട്ടിൽ ജീവിക്കുന്നു. യഹ്യ അവൻ ജീവിക്കുന്നു. ഫിൽ ബൈത്ത് വീട്ടിൽ. അല്ലമത്തുഹു ഉമ്മുഹു അവൻ്റെ ഉമ്മ അവനെ പഠിപ്പിച്ചു. എന്തിനു പഠിപ്പിച്ചു? കൈഫ യക്തുബു എങ്ങനെ എഴുതുമെന്ന് പഠിപ്പിച്ചു. ഓക്കെ, ആ രൂപത്തിൽ ഏതെങ്കിലും വാക്ക് വെക്കാം. ഇവിടെ മുഴുവനായിട്ടും എഴുതണം. പുതിയൊരാളെ കണ്ടെത്താം. നമുക്ക് തൽക്കാലം എയ്ജില് എന്ന് പറയാം. എന്താ എയ്ജില്? പശുക്കുട്ടിക്കാണ് എയ്ജിലുൻ എന്ന് പറയുക. എയ്ജലുൻ സഗീറുൻ ചെറിയ പശുക്കുട്ടി. യഹ്യ ഫിൽ ഹലീറത്തി അവൻ തൊഴുത്തിൽ ജീവിക്കുന്നു. പശുവിൻ്റെ തൊഴുത്തിന് ഹലീറത്ത് എന്നാണ് പറയുക. യഹ്യ ഫിൽ ഹലീറ അവൻ തൊഴുത്തിൽ ജീവിക്കുന്നു. അല്ലമത്തുഹു ഉമ്മുഹു കൈഫ യംഷി അവൻ്റെ ഉമ്മ അവനെ എങ്ങനെ നടക്കണമെന്ന് പഠിപ്പിച്ചു. അല്ലമത്തുഹു ഉമ്മുഹു അവൻ്റെ ഉമ്മ അവനെ പഠിപ്പിച്ചു. കൈഫ യംഷി എങ്ങനെ നടക്കണമെന്ന്. യംഷി നടക്കുക. ഓക്കെ, ഇത്രയുമാണ് രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠത്തിലുള്ളത്. അടുത്ത വീഡിയോയിൽ മൂന്നാമത്തെ പാഠം പഠിക്കാം.